നമുക്കിന്ന് നല്ലൊരു കോളിഫ്ലവർ ഗ്രേവി ഒന്ന് റെഡിയാക്കി നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ചേരുവകളുടെ ആവശ്യമില്ല. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളിതിൽ ക്രീമൊന്നും തന്നെ യൂസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 8-10 ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് കാഷ്യൂനട്ട് ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ബദാം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതൊരു 8 എണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലിയോട് കൂടെ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ബദാം എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് സവാള ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് വഴറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ എരിവിന് ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പം മക്കൾക്കും കൂടെ ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് എരിവ് കുറച്ചാണ് കേട്ടോ ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ സാധനം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവാളയുടെ നിറമൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നതിനും വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഏതൊരു കറി വെച്ചാലും നല്ല രീതിക്ക് നമ്മുടെ ഈ സവാളയും നമ്മൾ ചേർത്തിട്ടുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ട് മസാലകൾ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അത് ഏത് കറി റെഡിയാക്കി എടുത്താലും. സവാളയൊക്കെ വേണ്ട ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു തക്കാളിയുടെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ല പാകമാവുന്നതിനും വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം എടുത്ത് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നല്ലതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊരു നാടൻ രീതിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഗ്രേവി ഒരല്പം ഒന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് ഈ ഗ്രേവി നന്നായിട്ട് തിളപ്പിക്കണേ. തിളപ്പിക്കുന്നതിന് മുന്നേ കുറച്ച് പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീറ്റ് മസാല കംപ്ലീറ്റ് ആയിട്ട് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മീറ്റ് മസാല ചേർത്ത് കൊടുത്തില്ല എന്ന് കരുതിയിട്ട് കറിക്ക് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂകിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ ഈ കറിക്ക് ഇറങ്ങുമ്പം ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് നേരം ഒന്നായിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്തിട്ട്. ഞാൻ ഇതിൽ ഒരു സാധനം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തപ്പോൾ സ്കിപ്പായി പോയതാണ്. ഒരു 1/4 കപ്പ് അളവിൽ പാല് അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. പാലും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടുന്നത് കേട്ടോ. നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് തുറക്കാവുന്നതാണ്. അപ്പത്തിനൊപ്പവും ഇടിയപ്പത്തിനൊപ്പവും അതുപോലെ തന്നെ ചപ്പാത്തി, പൂരി, പൊറോട്ട എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.